പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. ചിന്തയ്ക്ക് ആധാരം നാം എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശു അവളോട്, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ മാർത്തയും യേശുവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നാം കേട്ടത്. ഇവിടെ യേശു മാർത്തയോട് പറയുകയാണ്, നീ വിശ്വസിക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നീ എന്ത് ചെയ്തു ദൈവത്തിന്റെ മഹത്വം കാണുകയുള്ളൂ. നീ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ പുനരുത്ഥാനവും ജീവനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവിലൂടെ മറിയോട് സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. മാർത്തയോട് സംസാരം കാണുവാൻ കഴിയും. ഇവിടെ മാർത്തായ്ക്ക് യഥാർത്ഥമായി യേശു ആരെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പുനരുത്ഥാനത്തിനും ജീവനുമാകുന്നു എന്ന്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, മാർത്തയോട് പറഞ്ഞ ഒരു കാര്യം എന്നെ ഏറെ ചിന്തിപ്പിക്കുകയും എന്റെ ഹൃദയത്തിൽ വലിയൊരു മാറ്റം നൽകുകയും ചെയ്തൊരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവിലൂടെ അനേക കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും, പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വ്യത്യസ്തമായ ഒരു ചിന്ത നൽകി തരുവാൻ ഇടയായിത്തുള്ളൂ. അപ്രകാരമാണ് ഞാൻ ഇന്ന് ഈ തിരുവചന വേദഭാഗം നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മാർത്തയോട് യേശു പറയുകയാണ്, നീ വിശ്വസിക്കുക എന്നുള്ളത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. മാർത്തയോട് പറയാം, നീ വിശ്വസിക്കണം. നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുകയാണ്, ഓക്കെ, നീ പറയുന്നുണ്ട് ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാ, സഹോദരൻ മരിക്കത്തില്ലായിരുന്നു എന്ന്. എന്നാൽ ഞാൻ നിന്നോട് യേശു ഞാൻ നിന്നോട് പറയുകയാണ്, നീ എന്നിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാ, നിന്റെ സഹോദരൻ ഒരിക്കലും എന്ത് ചെയ്യാ, മരിക്കത്തില്ല എന്ന്. ഞാൻ അതിൽ പ്രവർത്തിക്കുന്ന പുനരുത്ഥാനം ജീവനമാകുന്ന ഞാൻ ആ ദൈവത്തിൽ നീ പൂർണ്ണമായും ആശ്രയിച്ചെങ്കിൽ, യേശു എന്ന മനുഷ്യനായിട്ട് മാത്രമല്ല ഇവിടെ കർത്താവ് പറയുന്നത് പുനരുത്ഥാനം ജീവനമാകുന്നു. ഞാൻ ഉയരത്തിൽ വന്ന പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാണ് ഞാൻ. എന്നെ ദൈവമായി നീ വിശ്വസിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യാ, മഹത്വം കാണും. അതേപോലെ നമ്മുടെ പല വിഷയങ്ങൾക്കും നാം വിടുതൽ കാണാൻ ആഗ്രഹിക്കുന്നവരാ. നാം ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നാം ആഗ്രഹിക്കും. എന്നാൽ നിങ്ങൾ എത്രമാത്രം കർത്താവിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ എത്രമാത്രം ഉറച്ചു നിൽക്കുക. ഇവിടെ എന്റെ ഹൃദയത്തിലേക്ക് വന്നൊരു വിശ്വാസം എന്ന് പറയുന്നത് വിടുതലിന്റെ വിശ്വാസം മാത്രമല്ല, പകരം യേശുവിനെ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്തളങ്ങളിൽ നൽകി തന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, വിശ്വാസം പലവിധമുണ്ട്. ഇന്നത്തെ കാലഘട്ടം നമുക്ക് നോക്കുകയാണെങ്കിൽ അനേക വിശ്വാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വിശ്വാസം മനുഷ്യരാകരുത്, ഈ ലോകത്തിന്റെ വിശ്വാസങ്ങളിലാകരുത്. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞ ദൈവത്തിലായിരിക്കണം. യഥാർത്ഥമായി നാം ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, യഥാർത്ഥമായി ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, വിശ്വാസം എന്നത് പ്രവൃത്തികളുടെ വിശ്വാസമാണെങ്കിൽ, അല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിടുതലാണ് ആവശ്യമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിറഞ്ഞ കവിഞ്ഞ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അവിടെ ചെറിയ വിശ്വാസം കൊണ്ടല്ല, പുനരുത്ഥാനം ജീവനുമായി യേശുവിലുള്ള ആഴമേറിയ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടെ ദൈവത്തിന്റെ വിടുതലുകളെ കാണുവാൻ കഴിയും. ഇവിടെ ഈ വിശ്വാസം എന്നത് പ്രവൃത്തിയുള്ള വിശ്വാസമാണ്. നമുക്ക് ഈ വിശ്വാസത്തെ രണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുന്ന വിശ്വാസം. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിച്ചു വരുത്തുവാൻ ഇടയാവണം. ആ വിശ്വാസത്തിൽ വിശ്വാസം അകത്ത് വ്യാപരിക്കുമ്പോഴാണ് എല്ലാ ഏറിലും ഈ വെളിച്ചം ഉണ്ടാകുന്നത്. ശ്വാസത്തിന്റെ ഉത്ഭവം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആശ്വാസദായകനായ ദൈവത്തിന്റെ ശ്വാസം നമ്മളുടെ ഗാഢമായി പ്രവർത്തിക്കുമ്പോൾ, പ്രതിഫലിക്കുമ്പോൾ വിശ്വാസത്തിലൂടെ വിടുതലുകളെ നമുക്ക് വിളിച്ചു വരുത്തുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങിപ്പോയി കടലിൽ പോയി വീഴാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കുമെന്ന്. വിശ്വാസത്തിന് അവന്റെ പ്രവർത്തിച്ചു പോകാൻ കഴിയും. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയുള്ള വിശ്വാസമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്? വിശ്വാസത്തിന്റെ പലവിധ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു പറയുന്ന ഒരു ഭാഗം പുനരുത്ഥാനവും ജീവനും.
അപ്പൊ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ, ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഈ മരണശേഷം ഉണ്ടാകുന്ന ഒരു ഉദ്വാനം, ഉദ്യാനം എന്നാണ് പറയുന്നത്. പുനരുത്ഥാനം എന്ന് വെച്ചാല് വീണ്ടും ഉണ്ടാകുന്ന ഒരു ഉദ്വാനം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി എന്ത് ചെയ്യാം, ആ ഒരു കാര്യം സംഭവിക്കുകയാണ്. അപ്പൊ മരിച്ച ശേഷമുള്ള ജീവനെ കുറിച്ചാണ് പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ ഉദ്ധാനം നമ്മുടെ ജീവിതത്തിൽ ഉദ്ധാനം സംഭവിക്കുകയാണ്. വീണ്ടും ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുക. ഇവിടെ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും എന്നിൽ വിശ്വസിക്കുന്ന ജീവിക്കുമെന്ന് പറയാണ്. അമ്മ എന്നിൽ ഒരിക്കലും മരിക്കയില്ല എന്ന് പറയും. അപ്പം വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹല്ലേലൂയ, ദൈവത്തിൽ വിശ്വസിക്കുന്ന മരിക്കയില്ല. ഇപ്പോൾ ഒരു വിശ്വാസത്തിലേക്ക് നാം ഇറങ്ങി ഒരുപക്ഷെ ഈ ദൈവവചനം കേൾക്കുന്നതൊക്കെ ക്രിസ്തുവിലുള്ള എന്റെ വിടുതൽ ലഭിക്കണമേ എന്ന് ഓർത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ ഹല്ലേലൂയ കർത്താവിനെ വിശ്വസിക്കും. എന്നാൽ ആ വിശ്വാസത്തെ കുറിച്ചല്ല ഇവിടെ കർത്താവ് പറയുന്നത്. വിശ്വാസത്തിന്റെ ആഴം, നിങ്ങളുടെ പ്രവൃത്തി യേശുവിലേക്കുള്ള നിങ്ങളുടെ യാത്രയ്ക്ക് തുടക്കമാകണം. കർത്താവിലേക്ക് യാത്ര ചെയ്ത് ദൈവത്തിൽ വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ മാത്രം പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വലുതാണ്. വിശ്വാസത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പക്ഷേ ഈ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച കാര്യം പറഞ്ഞാൽ, മാർത്തയുടെ വിശ്വാസം, മാർത്തയെ നീ എന്നിൽ വിശ്വസിക്കുക, നീ പൂർണ്ണമായി എന്നിൽ വിശ്വസിക്കുക, നിന്റെ സഹോദരൻ ഉയർക്കണമെങ്കിൽ ഹല്ലേലൂയ നിനക്ക് പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ നമുക്ക് മാർത്തയെ കുറിച്ച് അവർക്ക് മാർത്ത എപ്പോഴും എന്ത് ചെയ്യാം, പലതിനെയും ചൊല്ലി വിചാരപ്പെടുന്ന ഒരു സ്ത്രീയാണ് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് വെച്ചാൽ യേശുവിന് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാ, ജോലി ചെയ്യുമ്പോൾ പോലും പുറത്തുകൊണ്ട് ഒരു എന്ത് ചെയ്യാ, ഒരു താല്പര്യമില്ലെന്ന് പറയാൻ പറ്റില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എന്റെ കൂടെ ആരും നിൽക്കാനില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാം, അവളെ ഒരാൾ കൂടെ എന്റെ കൂടെ ഹെൽപ്പ് എന്ന് വെച്ചാൽ തന്നിൽ മാത്രം ഒതുങ്ങാതെ മറ്റുള്ളവരെ കൂടി ഇതിനകത്ത് കൊണ്ടുവന്ന് അവളെ ഏൽപ്പിച്ചിട്ട് കാര്യമല്ല. നമുക്ക് ലാസന്റെ ഭവനത്തില് ലാസൻ മരിച്ചുപോയി, മാർത്തയും മറിയും മാത്രമേ ഉള്ളൂ. ആ ഭവനത്തിന്റെ കാര്യം അവൾ മാത്രം ഉൾക്കൊള്ളു. അവളാണ് യേശുവിനെ എന്ത് ചെയ്യാ ഒന്ന് പരിചരിക്കുന്ന മനസ്സിലാക്കാതെ അവര് മാർത്ത മറിയ അവിടെ സങ്കടപ്പെടുകയാണ്. അപ്പൊ മാർത്ത എവിടെ എന്ത് ചെയ്യാ, മാർത്തയാണ് യേശുവിനോട് സംസാരിക്കുന്നത്. അപ്പൊ മാർത്തയോട് പറയാണ്, മറിയുടെ അല്ല ഇവിടെ പറഞ്ഞു. അപ്പൊ മാർത്തക്ക് എന്ത് ചെയ്യാം, അവിശ്വാസം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധി വരുമ്പോൾ നിങ്ങളുടെ ചില വിടുതൽ വേണമെങ്കിൽ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രക്ഷയാണ്. രക്ഷ പ്രാപിച്ച് രക്ഷയിലേക്ക് കടന്നു പോകണം. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലേക്ക് നിത്യമായ രക്ഷയിലേക്ക് നാം കടന്നു വരുവാനിടയാകണം. രക്ഷ നമ്മുടെ ആത്മാവിനൊരു രക്ഷയുണ്ട്. ആ രക്ഷ നാം പ്രാപിച്ച ശേഷം ആ രക്ഷയിൽ നാം കടന്നു വന്ന ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം വിടുതൽ നൽകും. ആദ്യം കർത്താവിനെ സ്വീകരിക്കുക. ആദ്യം രക്ഷയിലേക്ക് കടന്നു വരിക. അതിലൂടെ വിശ്വാസത്തിലേക്ക് നാം കടന്നു വന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നാം പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം നാം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം സാധ്യമാക്കി തരും. മാർത്തയോട് കർത്താവ് പറഞ്ഞ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാർത്ത നീ വിശ്വസിക്കാൻ തയ്യാറാകുക. നീ എങ്ങനെയും വിശ്വസിച്ചാൽ പോരാ, ദൈവവചനത്തിനനുസരിച്ച് ദൈവത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് പിതാവായ ദൈവം എന്നെ അയച്ചതിനൊരു ഉദ്ദേശമുണ്ട്. അതിന് നീ വിശ്വസിക്കുവാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം കേൾക്കുന്ന വ്യക്തികളോട് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ ദൈവം നൽകും, അല്ലെങ്കിൽ പക്ഷെ നിങ്ങളുടെ ഈ വിടുതൽ പ്രാപിച്ച് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വിടുതൽ പ്രാപിച്ച് നിങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പോവുകയാണോ? പകരം യേശുക്രിസ്തുവിൽ വിശ്വാസം നിലനിർത്തുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മഹത്വം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇത് ദൈവത്താൽ സംഭവിച്ചു, യഹോവയാൽ സംഭവിച്ച മനുഷ്യന് വലിയ ആശ്ചര്യത്തോടെ ചോദിക്കുന്ന അപ്രകാരമുള്ള വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നമുക്കാണ് യേശുവിൽ വിശ്വസിച്ചു, ഹല്ലേലൂയ. ലാസറെ പുറത്തു വരിക എന്നത് ലാസർ പുറത്തു വന്നു. ഇവിടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ അളവ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക. ദൈവവചനത്തിലേക്ക് കടന്നു വന്നു, ദൈവശബ്ദമൊക്കെ കേട്ടു, പക്ഷെ വിശ്വാസത്തിലേക്ക് നാം കടന്നു വരാൻ കഴിയണം. നമ്മൾ യേശുക്രിസ്തു വാതിലാകുക. ആ വാതിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക്, നിത്യരാജ്യത്തിലേക്ക്
അമ്മ ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ മാത്രമാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. അപ്പൊ ഈ വിശ്വസിച്ചാൽ നിങ്ങൾ മഹത്വം കാണും, നിശ്ചയമാണ്. പക്ഷെ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ അപ്പൊ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹല്ലേലൂയ വലുത് നിങ്ങൾ കാണുവാനിടയാകും. വലിയ പ്രവൃത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും. അതുകൊണ്ട് ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തില് പ്രവർത്തികളെ വിളിച്ചു വരുത്തും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആഴമേറിയ ദൈവിക പ്രവർത്തികൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും, മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.